നിർമ്മാണം പുനരാരംഭിച്ച കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് എംഎൽഎ AC മൊയ്തീൻ KRFB ഉദ്യോഗസ്ഥരുമായി സന്ദർശിച്ചു. ചിറനെല്ലൂർ കൂമ്പുഴ ഭാഗത്താണ് എംഎൽഎയും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം സന്ദർശനം നടത്തിയത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് സംസ്ഥാന സർക്കാരിന്റെ പശ്ചാത്തല സൗകര്യ വികസന പരിപാടിയായ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തീരുമാനമെടുത്തിരുന്നു. 9.88 കിലോമീറ്റർ ദൂരം 12 മീറ്റർ വീതിയിൽ 32.67 കോടി രൂപ ചിലവഴിച്ച് ആധുനികവൽക്കരിക്കുന്ന പദ്ധതി നടപടിക്രമങ്ങൾ പൂർത്തിയായി നിർമ്മാണ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചിരുന്നു. 2021 മെയ് മാസത്തിൽ കരാർ ഏറ്റെടുത്ത ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കോയമ്പത്തൂർ കമ്പനി പ്രവൃത്തിയുടെ പ്രാധാന്യം കണക്കിലെടുക്കാതെ കലുങ്കുകളുടെ പ്രവൃത്തി പകുതി പണിയുകയും സംരക്ഷണ ഭിത്തി പൊളിച്ചുമാറ്റി പ്രവൃത്തി തുടങ്ങാതെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സ്ഥലത്തുനിന്ന് പിന്മാറുകയുമാണ് ഉണ്ടായത്. തുടർന്ന് റിസ്ക് ആൻഡ് കോസ്റ്റ് പ്രകാരം കരാർ റദ്ദാക്കുകയും ബാക്കി പ്രവൃത്തികൾക്ക് പുതിയ ടെൻഡർ ക്ഷണിക്കുകയുമായിരുന്നു. യൂട്ടിലിറ്റി മാറ്റുന്നതിനുള്ള പ്രവൃത്തികളുടെ തുക അധികരിച്ചതിനാലും ചരക്ക് സേവന നികുതിയിലും ഷെഡ്യൂൾ നിരക്കുകളിലും മാറ്റം വന്നതിനാൽ 32.66 കോടി തുകയിൽ നിന്ന് 48.59 കോടിയായി അടങ്കലുയർന്ന പദ്ധതിയുടെ തുടർ നടപടികൾക്ക് കിഫ്ബി ബോർഡിന്റെ അധിക ഭരണാനുമതി ആവശ്യമായിരുന്നു. നിലവിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ 80%, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ 75%, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് പ്രവൃത്തികൾ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാർ വഴി പുരോഗമിച്ചു വരികയാണ്. പുതിയ ടെൻഡർ ഏറ്റെടുത്ത ബാബ് കൺസ്ട്രക്ഷൻ കമ്പനി കഴിഞ്ഞ ദിവസം സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി.